വെൽക്കം ടു ഹനീസ് ട്രാവലർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന കാശ്മീരാണ്, ആപ്പിളും മഞ്ഞും കാണാൻ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കാറിൻ്റെ സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടാലോ. നമുക്ക് തുറക്കാം. 1 2 3. ഹനി മാറ്. ഗായ്സ്, അങ്ങനെ നമ്മളൊക്കെ സെറ്റായിട്ടോ. ഇനി എന്തായാലും നമുക്ക് പോവാ. അപ്പം നമുക്ക് പോയാലോ ഗായ്സ്. ഇനി നമുക്ക് കാശ്മീർ കാഴ്ചകൾ കാണാം. കൂടെ അപ്പോൾ അങ്ങനെ ഹനി പറഞ്ഞ മാതിരി ഞങ്ങൾ ഈ യാത്ര ശ്രീനഗറിലേക്കാണ്. ഞങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് ശ്രീനഗർ. ഇപ്പോൾ കുറേ നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ച് ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഈ പെഹൽഗാം അറ്റാക്കൊക്കെ നടക്കുന്നതിന് മുമ്പേ തന്നെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം അതൊക്കെ ബാക്ക് ടു നോർമലായി എന്നാണ് കേട്ടത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ കൂടെ വേറെ 2 ഫാമിലിയും ഉണ്ട്. അവർ ആക്ച്വലി അംബാലയെന്നല്ല, കാൽപ്പിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവർ ഞങ്ങളത് ഇവിടെ സൈഡിൽ ജഗ്ഗി സിറ്റി സെൻറ്ററിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് ജഗ്ഗി സിറ്റി സെൻറ്റർ കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെയുള്ള 2 പേരും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ശ്രീനഗർ ലക്ഷ്യമാക്കി പോവാണ്. അപ്പോൾ ശ്രീനഗറിൽ ഞങ്ങൾ അവിടെ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ പരിചയത്തിലുള്ള. അങ്ങനെ അവിടുത്തെ ആൾക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അംബാലയിൽ നിന്ന് ലുധിയാന, ജലന്ധർ, പത്താൻകോട്ട് വഴിയാണ് ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത്. അംബാലയിൽ നിന്ന് 598 കിലോമീറ്ററാണ് ശ്രീനഗറിലേക്ക്, അതായത് ഞങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റേയിലേക്കുള്ള ദൂരം. അപ്പോൾ ഞങ്ങൾ പറ്റുമെങ്കിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ അവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്തത്. രാവിലെ 6:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പോൾ ഒരു 7 മണി 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫസ്റ്റ് ബ്രേക്ക് എടുത്തു, ചായ മാത്രം കുടിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നും കഴിക്കാണ്ടൊക്കെയാണ് ഇറങ്ങിയത്, ബ്രേക്ക്ഫാസ്റ്റിനായിട്ടല്ല. ഇപ്പോൾ അംബാലയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അംബാല പഞ്ചാബ് ബോർഡറിൽ കൂടിയാണ്. അപ്പോൾ റോഡൊക്കെ വളരെ നല്ലതാണ്, ഹൈവേ. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്രയിൽ ആദ്യത്തെ ഡീസൽ ഫില്ലിങ്ങിന് വേണ്ടി കയറിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഹരിയാന കഴിഞ്ഞ് പഞ്ചാബിലേക്ക് കയറി. അപ്പോൾ പഞ്ചാബിൽ ഹരിയാനയെക്കാളും ഡീസൽ റേറ്റ് കുറവും, ശ്രീനഗറിനേക്കാളും അതായത് ജമ്മുവിനേക്കാളും ഡീസൽ റേറ്റ് കൂടുതലുമാണ്. ഹരിയാനേക്കാളും ഒരു 2 രൂപയുടെ അടുത്ത് കുറവാണ്, ശ്രീനഗറിനേക്കാളും 2 രൂപ കൂടുതലുമാണ്. അപ്പോൾ ഞങ്ങൾ ശ്രീനഗർ വരെ ഉള്ള, അതായത് ജമ്മു ബോർഡർ വരെയുള്ള ഏതാണ്ട് ഡീസൽ അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഡീസൽ അടിച്ചു. ഇനി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH44 കേട്ടോ. ഇന്ത്യയിലത്തെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ, കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ. നമ്മൾ ഇതിൻ്റെ ഏറ്റവും 0 പോയിന്റ് കാണിക്കും, മാപ്പിൽ കാണിക്കാം. അങ്ങനെ ആദ്യമായി നമ്മൾ ഒരു നാഷണൽ ഹൈവേൻ്റെ 0 പോയിന്റിലേക്ക് യാത്ര ചെയ്യാണ് അല്ലേ. ശ്രീനഗറിലെത്തുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ NH44ൻ്റെ 0 പോയിന്റിലെത്തും. ഈ യാത്രയിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഒരു ഫാക്ടറാണ് അത്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ആയ NH44 കൂടെയാണ്. അത് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ 4112 കിലോമീറ്റർ നീളത്തിലായിട്ട് 11 സംസ്ഥാനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ആണ്. ജമ്മു കാശ്മീർ മുതൽ തമിഴ്നാട് വരെ 11 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഹൈവേൻ്റെ 0 പോയിന്റിലേക്ക് സഞ്ചരിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ ഏത് ഹൈവേൻ്റെ 0 പോയിന്റിൽ പോയിട്ടില്ല. അതും ഒരു എക്സൈറ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ ഞങ്ങൾ ശ്രീനഗർ ചെല്ലുമ്പോൾ NH44ൻ്റെ 0 പോയിന്റിൽ എത്തിച്ചേരും. ക്ലോക്ക് ടവർ ഗുരുദ്വാരൻ്റെ, അതേത് ഗുരുദ്വാരയായിരുന്നു നമ്മളൊന്ന് പോയത്? പോണ്ട സാഹിബ്. ആ പോണ്ട സാഹിബിൻ്റെ പോലെയുണ്ട് ഇപ്പം കണ്ട ഗുരുദ്വാരൻ്റെ കൺസ്ട്രക്ഷൻ. അതെന്ത് അമ്പലം, നല്ലൊരു അമ്പലം കണ്ടോ. മണിലക്ഷ്മി ധാം, ശ്രീ ആത്മവല്ലഭ് ജൈൻ സർവമംഗൽ ട്രസ്റ്റ്. അത് ജൈന മന്ദിരമാണ് കേട്ടോ. അത് നല്ല സ്ഥലം കാണാൻ. കേരളം ഉൾപ്പെടെ ഇപ്പം ഞങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന 17ാമത്തെ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. അപ്പോൾ അതിൽ ദാമൻ ദിയു, ഡൽഹി ഉൾപ്പെടെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടി ചേർന്നതാണേ.
ഇതേതോ വലിയ റിവറാണ്, പക്ഷെ റിവറിന്റെ പേരറിയില്ല. ബിയാസ് റിവർ അല്ലപ്പ, ബിയാസ് അല്ലെന്ന് തോന്നുന്നു. നമ്മള് കാശ്മീർ ചെല്ലുമ്പം ഝലം റിവറിന്റെ സൈഡിൽ കൂടെ കുറെ പോകുന്ന ഝലം കാശ്മീർ എത്തുമ്പോഴാണ്. ഇതിന് ഝലമാണോ എന്നറിയില്ല. പക്ഷെ ഇത് ഇങ്ങനെ സൈഡിൽ കവർ തൂക്കി ഇട്ടിരിക്കുന്നത് വേസ്റ്റ് ആണോ? ആ ഹനി വലിയ ശിവജി കണ്ട, സന്തോഷായോ? ആ ഒരു ഗായും ഗായിന്റെ കുഞ്ഞും. പണ്ട് വന്ന സ്ഥലല്ലേ? അല്ല അല്ല, അത് നമ്മള് ഹരിദ്വാർ പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരു ശിവന്റെ പ്രതിമയുണ്ട് യമുന നഗർ കഴിയുമ്പോ ലെഫ്റ്റ് സൈഡില്. അല്ല ഇതാ തോന്നുന്നു ഇത്രയും കൂടി വലുത്. ശിവനെവിടെ? അതെ, ഇതാ കുഞ്ഞ മുമ്പില് അവിടെ നിൽക്കുന്ന ശിവനായിരുന്നു. തൃശൂലും ഡമരും ഒക്കെ പിടിച്ചിട്ട് വാവ് കയ്യിൽ കമ്മണ്ടലും ഒക്കെ ഇട്ട് വലിയ ശിവജി. പെർഫെക്റ്റ് ആയിട്ടല്ലേ, നല്ല ശിവജി അല്ലേ. മുനിസിപ്പൽ കോർപ്പറേഷൻ പഗ്വാര, ജലന്ധർ 27, അമൃത്സർ 107. ഇനി 445 കിലോമീറ്റർ ബാക്കിയുണ്ട് ഇനി നമ്മളെ ശ്രീനഗർ എത്താൻ. ഇതിപ്പോ നമ്മൾ പഗ്വാര എന്നുള്ള സ്ഥലത്താണ്. ഓക്കെ, ഇപ്പോൾ സമയം ഏതാണ്ട് 10:30 ആവാറായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കട അന്വേഷിച്ച് ഞങ്ങൾക്ക് അങ്ങനെ സ്യൂട്ടബിളായിട്ട് തോന്നിയ ഒരു കടയും കിട്ടിയില്ല. അങ്ങനെ അവസാനം ഞങ്ങളത് ഇവിടെ ഹവേലി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ ജലന്ധറിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹവേലി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് ചെയിനാണ്. നല്ല ആംബിയൻസ് ഒക്കെയാണ്. ഇപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ കുറേ നമുക്കിങ്ങനെ ലിഷർ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കും, അതല്ലെങ്കിൽ പിന്നെ ഇത് ലെങ്തി ആയിപ്പോവും. അങ്ങനെ ഞങ്ങളത് കഴിക്കാൻ വേണ്ടി കയറിയത്. ഇവരാണ് ഞങ്ങളുടെ ടീംമേറ്റ്സ്. ഇപ്പോൾ ഇവരാദ്യമായിട്ടാണല്ലോ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആലു പറോട്ടയാണ് ഓർഡർ ചെയ്തത്. അതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇവരെ സെർവ് ചെയ്യുന്ന രീതിയും ഇവരുടെ സപ്ലയേഴ്സിൻ്റെ വസ്ത്രധാരണ രീതിയൊക്കെ യുണീക്കാണ്. ഇതൊക്കെ ഉണ്ടോ, കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്വീറ്റ്സ് കൊണ്ടുവരുന്നത് പോലും എന്താണ് ബാമ്പും കൊണ്ടുണ്ടാക്കിയ ഒരു കാളവണ്ടിയുടെ രൂപത്തിലുള്ള സ്ട്രക്ചറിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഹവേലി ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് ചെയിനാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ കുറേ ബ്രാഞ്ചസ് നോർത്ത് ഇന്ത്യയിലുടനീളമുണ്ട്. പക്ഷേ ആസ് യൂഷ്വൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് മധുരം കഴിക്കണമെന്നിരുന്നാണല്ലോ, അപ്പൊ ഞാൻ ലോലിപോപ്പ് കഴിച്ചു. പത്താംകോട്ടിലേക്ക് ഇനി 23 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ നമ്മൾ ഹരിയാന പഞ്ചാബ് വഴി ജമ്മു കാശ്മീരിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പഞ്ചാബിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെ ഇടയിൽ കുറച്ച് ദൂരം നമ്മൾ ഹിമാചൽ പ്രദേശിലും കൂടി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ കൂടിയാണ്. വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളേ. ഇവിടെ പെട്രോൾ ജമ്മുവിനേക്കാളും പഞ്ചാബിനേക്കാളും പൈസ കുറവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിമാചലിൽ ടാക്സ് കുറവായിരിക്കും അല്ലേ? നമ്മൾ മണാലി പോയപ്പോൾ ടാക്സ് കുറവായിരുന്നു. ठेका पंजाब व JNK से सस्ती व बढ़िया शराब കേട്ടാ. പെട്രോളും ലിക്കറും ഒക്കെ പൈസ കുറവാണ് ഹിമാചൽ. അപ്പോൾ ടാക്സ് കുറവ് നല്ലോണം. അടുത്ത പമ്പ് അടിക്കാൻ നോക്കട്ടെ എത്ര രൂപയാണ്. ഇതേതോ ഒരു നദി, ബിയാസ് റിവറാ. വലിയ നദിയാണ്, പക്ഷെ വെള്ളം കുറവാണ്. എന്താണ് പത്താൻകോട്ടെത്തി. പത്താൻകോട്ടാണോ പഠാൻകോട്ടാണോ? മിലിറ്ററി സ്റ്റേഷൻ 7 കിലോമീറ്റർ. ചൂരലും കൊണ്ടുള്ള ചെയർ നമ്മൾ ആശിമാരിലും ആസാമിലൊക്കെ കാണുന്ന പോലെ സുഡിയോ ഉണ്ട് കേട്ടോ. സുഡിയോ, KFC ഒക്കെ ഉണ്ട്. ചെറിയ ടൗൺ ആണെങ്കിലും ഡൗൺ ടൗൺ 44 ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ട്, മഹാവീർ ഓട്ടോ ഗാരേജ്. എന്നാലും പത്താംകോട്ട് ഒരു ചെറിയ ടൗൺ തന്നെ. ചെയർ കാണാൻ നല്ല ഭംഗിയില്ലേ, ചൂരലിൻ്റെ ഹവേലിയിലൊക്കെ ഉണ്ടാവല്ലേ. അങ്ങനെ ഞങ്ങളുടെ യാത്രയിലത്തെ ആദ്യത്തെ ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് പത്താംകോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷേ അപ്പം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ വരാൻ പോകുന്ന ട്രാഫിക് ബ്ലോക്കുകളുടെ ഒരു ചെറിയ തുടക്കം മാത്രമായിരുന്നു ഇതെന്ന്.
ഇങ്ങനെ നമ്മൾ 8 മിനിറ്റിന് ശേഷം ട്രാഫിക്കിൽ നിന്നും ഏതാണ്ട് രക്ഷപ്പെട്ട് പുറത്തെത്തി. ഇത് അതെ, ഇത് ഏത് റിവറാണോ? ഒരു റിവർ നല്ല ഭംഗിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു റെയിൽവേ. ബിയാസ് റിവറിന് ഇത് ഇതെല്ലാം കാണുന്ന മുഴുവൻ ബിയാസ് റിവറാന്ന് പറയുന്നത്. ഏത് റിവറാണോ എന്തായാലും നല്ല വലുതാണ്. ഇല്ല, അതുകൊണ്ടാണ് അവിടെ അത്ര ട്രാഫിക് ആയതുകൊണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലൈനേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മളിതേ പഞ്ചാബിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും ബോർഡറിലെത്തിയിരിക്കുകയാണ്. കത്വ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ കണ്ട നദി രവി നദിയാണ്, രവി റിവറാണ് തൊട്ട് മുമ്പേ നമ്മൾ പാസ് ചെയ്തത്. അതിപ്പോൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അങ്ങനെ ഞങ്ങളതേ പഞ്ചാബിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പഞ്ചാബിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ബോർഡറിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേപോലൊരു സ്തൂപവും പിന്നെ ഒരു മഹാരാജാവിൻ്റെ പ്രതിമയും അതിൻ്റെ പുറകിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നമൊക്കെ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കാണാമേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്നത് ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിക്കുന്ന ടോൾ ഗേറ്റാണ്. അപ്പോൾ അവിടെ ടോൾ പിരിവൊക്കെ ഓൾറെഡി നിർത്തിയേ. ഇപ്പം നമ്മൾ കണ്ട ആ മഹാരാജാവിൻ്റെ പ്രതിമ ജമ്മു കാശ്മീരിലെ ആദ്യത്തെ മഹാരാജാവായിരുന്നു മഹാരാജ ഗുലാബ് സിംഗ് ജംവാലിൻ്റെതാണേ. അദ്ദേഹമാണ് ഡോഗ്ര ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ രാജാവിൻ്റെ പ്രതിമയ്ക്ക് തൊട്ട് മുമ്പായിട്ടുള്ള സ്കൾപ്ചറിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഖണ്ഡ് മിത്തേ ലോക് ദോഗ്രി എന്ന്. അത് പഞ്ചാബി ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡോഗ്ര ഡൈനാസ്റ്റി, അതായത് ഡോഗ്ര സാമ്രാജ്യത്തിലുള്ള ആൾക്കാർ ഷുഗറിനേക്കാളും സ്വീറ്ററായിട്ടുള്ളവരെന്നാണ് അതിൻ്റെ അർത്ഥം. ജമ്മു കാശ്മീരിൽ പ്രവേശിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് നേരത്തേക്കാളും വലിയ ഒരു ട്രാഫിക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു 10-15 മിനിറ്റ് ആ ബ്ലോക്കിനകത്ത് കുടുങ്ങി കിടന്നു. അതിന് ശേഷം പിന്നെ എങ്ങനെയോ എസ്കേപ്പായി. വണ്ടി നിറച്ചും ചെമ്മരിയാണ് നോക്കിക്കോ. ഇവിടെ അതിന് ശ്വാസം കിട്ടാൻ വേണ്ടി ഒരു തുറന്നിട്ടുണ്ടോ അതാക്കട്ടെ ചെമ്മരിയാടുന്നുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലഖൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണ്. ഇപ്പോൾ ഈ ലഖൻപൂറിനാണ് ആക്ച്വലി പഞ്ചാബിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് വരുന്ന റോഡ് ട്രാവലേഴ്സിൻ്റെ ജമ്മു കാശ്മീരിലേക്കുള്ള ഫസ്റ്റ് എൻട്രി പോയിൻ്റ്. അപ്പോൾ ഈ സ്ഥലം അറിയപ്പെടുന്നത് ലഖൻപൂർ കോറിഡോർ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട്, ലഖൻപൂർ ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞാൽ ഈ അമർനാഥ് തീർത്ഥാടനം നടക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ഈ അമർനാഥ് തീർത്ഥാടന കാലത്തെ ഒരു സർവീസ് ഹബ്ബായിട്ടാണ് ആക്ച്വലി ഈ ലഖൻപൂർ ഫെസിലിറ്റേഷൻ സെൻറ്റർ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ജമ്മു കാശ്മീരിൽ കയറിയിട്ട് ഉടനെ തന്നെ ഡീസൽ അടിച്ചു. ഇനി മുമ്പോട്ട് പോവാണ്. ജമ്മു കാശ്മീർ ഇതുവരെ റോഡ് വളരെ നല്ലതായിരുന്നു, NH-44. പക്ഷേ ജമ്മു കാശ്മീർ കയറിയപ്പോൾ മുതൽ റോഡ് വളരെ മോശമാണ്. എല്ലായിടത്തും കുണ്ടും കുഴിയൊക്കെയാണ്. വല്ലപ്പോഴും അപൂർവമായിട്ട് ഇത്തിരി നല്ല റോഡ് കിട്ടിയെങ്കിലായി എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങളത് ജമ്മു കാശ്മീരിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ്. ഇതൊക്കെ ഇപ്പം നമ്മൾ ആക്ച്വലി പോകുന്ന സ്ഥലം ജമ്മു ആണ്. അപ്പോൾ ഇതൊക്കെ നോർമലി ഏകദേശം നമ്മുടെ നാട്ടിൻ്റെയൊക്കെ പോലത്തെ തന്നെ ഒരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വഴിയിലുള്ള ഒരു കടയിൽ നിർത്തി. അപ്പോൾ അത് വെജിറ്റേറിയൻ കടയായിരുന്നു. പിന്നെ അവിടുന്ന് നോക്കുമ്പോൾ ഇനി ശ്രീനഗറിലേക്ക് 283 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ റോഡും കുറച്ച് മോശമാണ്. ഇപ്പോൾ സമയം ഓൾറെഡി 4 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ഓടിച്ച് ശ്രീനഗർ എത്താൻ പറ്റും എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ടൗണായ രാംബനിൽ ആ ദിവസം സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഹോം സ്റ്റേൻ്റെ ഓണറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് നിങ്ങൾ രാംബനിൽ സ്റ്റേ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ രാംബനിലേക്ക് തന്നെ ഇവിടുന്ന് 145 കിലോമീറ്റർ ഉണ്ട്. ആ 145 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി 4.5 മണിക്കൂർ എടുക്കും എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ അത് എത്ര മോശം റോഡായിരിക്കും മുമ്പോട്ടുള്ളതെന്ന്. നല്ല ഫുഡായിരുന്നു പക്ഷേ അല്ലേ? നമ്മൾ ഇത്രയും പേര് കഴിച്ചിട്ട് 1040 ഉള്ളൂ. ചായ എത്ര 15 രൂപ അല്ലേ? 4 ചായ 60. കൊള്ളായിരുന്നു, നല്ലത്. അങ്ങനെ ഞങ്ങൾ ജമ്മു കാശ്മീരിൻ്റെ ഭൂപ്രകൃതിയൊക്കെ ആസ്വദിച്ച് രാംബൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ മുമ്പോട്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ റോഡൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് ഒരാഴ്ച മുമ്പേ ജമ്മു കാശ്മീരിൽ വലിയ മഴയൊക്കെ പെയ്ത് നിറയെ ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലാൻഡ് സ്ലൈഡായ സ്ഥലങ്ങളൊന്നും അത്രയും മുഴുവനായിട്ടും
റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതൊക്കെ ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ഇതിനേക്കാളും വലിയ ലാൻഡ് സ്ലൈഡിങ് ലൊക്കേഷൻസൊക്കെ മുമ്പോട്ട് വരുംതോറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇടയിൽ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ വെള്ളമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അത് മഴ പെയ്താണോ അല്ല ഇവർ റോഡ് പണി നടക്കുന്നതിൻ്റെ ആണോ എന്നറിയില്ല. അത് കാരണം റോഡൊക്കെ കുറച്ച് നല്ലോണം സ്ലിപ്പറിയുമായിരുന്നു. അപ്പം കണ്ടില്ലേ, ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ, മുമ്പത്തെ ആഴ്ച മഴ പെയ്തതിൻ്റെ. ദൈവമേ, അങ്ങോട്ട് നോക്കിയത് എത്ര ദൂരത്തിലാന്ന്, എത്ര ദൂരത്തിലെ ട്രക്കുകൾ കിടക്കുന്നത്. ഇതെന്താ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നോ? ചിലപ്പം ചെറിയ ചെറിയ വണ്ടികളുമായിട്ട് പോകാൻ. ഇത് കണ്ടു നിങ്ങൾ, ഇങ്ങനെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ട്രക്കുകളെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. ഇനി ഗംഭീർ ബ്രിഡ്ജ്, ഇത് ഗംഭീർ റിവർ ആയിരിക്കും അല്ലേ? ഗംഭീർ ബ്രിഡ്ജ് ഗൗതം ഗംഭീറിന്റെ വല്ലവരായിരിക്കും. ഗൗതം ഗംഭീറിന്റെ വല്ലവരും പേരിലായിരിക്കുന്നു. ഉദംപൂർ 30 കിലോമീറ്റർ. അപ്പൊ നീ നേരത്തെ പറഞ്ഞത് കറക്റ്റാ. ഉദംപൂരിന് മുമ്പേ ഉള്ള കുറച്ച് വലിയ ടൗൺ ആയിരിക്കും. എന്താ ഇവിടെയൊക്കെ ഡ്രസ്സ് കടയൊക്കെതാ കണ്ട. ഇതിനാ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് താവി റിവറിൻ്റെ മുകളിൽ കൂടെയുള്ള താവി ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ്. നമുക്ക് മനോഹരമായ ഒരു സൺസെറ്റിൻ്റെ ദൃശ്യവും കൂടി ആ താവി റിവറിൻ്റെ മുകളിൽ നിന്ന് കിട്ടി. അപ്പോൾ അത് ഓഗസ്റ്റിലുണ്ടായ ഫ്ലഡിൽ കുറച്ച് ഇതിന് ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ആർമി വിതിൻ 12 hours അത് റിപ്പയർ ചെയ്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പാകപ്പെടുത്തി എന്നാണ് ന്യൂസിലൊക്കെ വന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിലേക്കുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിങ്കാണ് ഈ താവി റിവർ എന്ന് പറയുന്നത്. ജമ്മു ഡിസ്ട്രിക്റ്റിലാണ്, താവി ബ്രിഡ്ജ്, ജമ്മു ഡിസ്ട്രിക്റ്റിലാണ് ഈ താവി ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്താ ജയ് ഭാഗ്യമാതാദി ദേവി മന്ദിരം, അതാ ഹരി ഭദ്രകാളി. 1952 നവംബർ 17 ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം രൂപപ്പെട്ടത്. 2019 ഒക്ടോബർ 31 വരെ അതൊരു ഇന്ത്യൻ സംസ്ഥാനമായി തുടർന്നു. അതിനുശേഷം 2019 ഒക്ടോബർ 31 സെൻട്രൽ ഗവൺമെൻറ് ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കി. ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ള സംസ്ഥാനം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടു. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീറും ഇനൊന്ന് ലഡാക്കും. ഇപ്പോൾ 2 തലസ്ഥാനങ്ങളുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. 2 തലസ്ഥാനങ്ങളിൽ ഒന്ന്, അതായത് സമ്മർ ക്യാപിറ്റൽ ശ്രീനഗറും മെയ് മുതൽ ഒക്ടോബർ വരെ. പിന്നെ അടുത്തത് വിൻ്റർ ക്യാപിറ്റൽ ജമ്മു, നവംബർ മുതൽ ഏപ്രിൽ വരെ. ഇത് റെയിൽവേ ബ്രിഡ്ജാവുന്നല്ലേ? ഇത് മറ്റേത് റൂട്ട്, ഇത് റോഡ് നമ്മളിനൊക്കെ കൊണ്ട് നമ്മളാ അതിക്കൂടിയ കൊണ്ട്. ഇവിടെ ഒരു ദേവി മന്ദിറുണ്ട്, പ്രാചീൻ ഗുഹ. അത് വലിയ ഗുഹയാണ്, ഗുഹാ ടെമ്പിളാണ്. പക്ഷെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പോവായിരുന്നു, പക്ഷെ സമയമില്ലല്ലോ. അതാ ഹനിവ താഴെ വെള്ളം കണ്ടോ, നല്ല ക്ലീൻ വാട്ടർ. നോക്ക്, മുഴുവൻ മല തുരന്നുണ്ടാക്കിയ റോഡാണ്. റെയിൽവേ പിടിച്ചതാ. എഞ്ചിനീയറിംഗ് ഐഡിയ. വെൽക്കം ടു ഉദംപൂർ. ഉദംപൂർ സിറ്റിയായി. അങ്ങനെ ഞങ്ങളത് ഉദംപൂരൊക്കെ കഴിഞ്ഞ് റാംബനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദംപൂർ ഞങ്ങൾ കുറച്ച് സമയം വണ്ടിയൊക്കെ നിർത്തി ഒന്ന് ഇത്തിരി റിലാക്സ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ റാംബനിലേക്ക് 54 കിലോമീറ്റർ വയറിൽ ചുവ ഭാഗമാണ്. അതിപ്പോൾ ശരിയാവട്ടാ. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ വെൽക്കംസ് യു. മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അടുത്തായി നമ്മൾ കടക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലായ ശ്യാമപ്രസാദ് മുഖർജി ടണൽ, അല്ലെങ്കിൽ ചനാനി നസ്രി ടണൽ എന്നറിയപ്പെടുന്ന റോഡ് ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 9.28 കിലോമീറ്ററാണ്
ഈ ശ്യാമപ്രസാദ് മുഖർജി ടണലിൻ്റെ ആകെ നീളം. അപ്പോൾ ഇത് ഉധംപൂരിനെ റാംബനിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇത് നാഷണൽ ഹൈവേ 44 കൂടിയുള്ള ഓൾ വെതർ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മിച്ചതാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഈ റോഡ് ടണൽ. 2017 ഈ ടണലിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഇത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. ഈ ടണൽ ഓപ്പൺ ആയതോടുകൂടി ജമ്മുവും ശ്രീനഗറും തമ്മിലുള്ള യാത്രാ ദൂരം 2 മണിക്കൂറുകളോളം കുറഞ്ഞു. ഏതാണ്ട് 31 കിലോമീറ്റർ ദൂരം, അതായത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള 33 കിലോമീറ്റർ ദൂരം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു ഈ ടണൽ വന്നത് മൂലം. യാത്രാ ദൂരമാണ് പറയുന്നത്. ഇപ്പോൾ പട്നി ടോപ്പ് പോലെയുള്ള ഹിൽ സ്റ്റേഷനൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. 2011 കൺസ്ട്രക്ഷൻ ആരംഭിച്ച് 2017 പണി കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ആ സമയത്ത് ഇത് ചെനാനി നസ്രി ടണൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം 2019 ശ്യാമപ്രസാദ് മുഖർജി ടണലിന് ഇത് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ 2 ലൈനായിട്ടാണ് ഈ ടണലുള്ളത്. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു രസമുള്ള കാഴ്ചയാണ് ആ ടണലിൽ കൂടെയുള്ള യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത്. തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ പകലിലുള്ള ഭംഗിയും കൂടി ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ ലോയറും ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിയുമായിരുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലാണ് ഈ ടണൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രി ആൻഡ് സപ്ലൈ മിനിസ്റ്ററായിരുന്നു ഇദ്ദേഹം. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നേ. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ മണാലിയിൽ അടൽ ടണലിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടൽ ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് 9.02 കിലോമീറ്റർ. മണാലിനെയും കെയ്ലോങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോത്താങ് പാസിനെ ബൈപ്പാസ് ചെയ്യുന്ന ടണലാണ് അടൽ ടണൽ. അത് 10,000 അടി ആൾട്ടിറ്റ്യൂഡിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റോഡ് ടണലാണ്, അത്രയും ആൾട്ടിറ്റ്യൂഡിലുള്ള റോഡ് ടണലാണ് അടൽ ടണൽ എന്ന് പറയുന്നത്. എന്തായാലും ഇത് ഞങ്ങൾക്ക് വളരെ രസമുള്ള, വളരെ എക്സൈറ്റിംഗ് ആയ ഒരു യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഈ ടണലിൽ കൂടെ ഉള്ളത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹനി ആയാലും നല്ലോണം എൻജോയ് ചെയ്തു. ഈ ലൈറ്റിങ്ങും ഒക്കെ ആയിട്ടേ നമുക്ക് ഭയങ്കര എന്താ പറയുക, അങ്ങനത്തെ ഒരു സൂത്തിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങളത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ കൂടി യാത്ര ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഉധംപൂരിനെ റാംബനിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ടണലാണ് ഈ ശ്യാമപ്രസാദ് മുഖർജി ടണൽ, അല്ലെങ്കിൽ ചെനാനി നസ്രി ടണൽ എന്നറിയപ്പെടുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്കിത് മുകളിൽ, മലയുടെ മുകളിൽ നിറയെ ലൈറ്റൊക്കെ കാണാം. അതൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ രാത്രിയിലത്തെ ട്രാവൽ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മളിനി പറഞ്ഞല്ലോ, ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ റാംബനാണ്. റാംബനിൽ താമസിച്ചിട്ട് നാളെ രാവിലെ ശ്രീനഗറിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം സമയം 9 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി പിന്നെ മുന്നോട്ട് ശ്രീനഗറിലേക്ക് പോകാമെന്നുള്ളത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ ഓണർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റാംബനിൽ ഒരു നല്ല ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ റാംബനിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ ഇല്ലായിരുന്നു. ഞങ്ങൾ ആക്ച്വലി നേരെ ഓടിച്ച് ശ്രീനഗർ വരെ ചെല്ലാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. കുടജാത്രിയിൽ ശ്രീശങ്കരൻ ധ്യാനം വരുന്നുണ്ടല്ലോ, സർവജ്ഞ പീഠം കയറിയത് ഇവിടെയാണ്. പക്ഷെ നീ ആലോചിച്ച് നോക്കി, കേരളത്തിലെ കാലടിയിൽ ജനിച്ച ഒരു മനുഷ്യൻ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളാലും ആരാധിക്കപ്പെട്ട് ഭാരതത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് വടക്കേ അറ്റത്ത് വന്നിട്ട് ഒരു സ്ഥലത്ത് സർവജ്ഞ പീഠം കയറി. ഞങ്ങൾ വീണ്ടും ഒരു ടണലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊരു കുഞ്ഞു ടണലാണ്. ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി ടണലിൻ്റെ പകുതി പോലും ദൂരമില്ലാത്ത ഒരു ടണലാണ്. പക്ഷേ ഇവിടെ ഇത് 1 വേ ടണലാണ്. ആക്ച്വലി ശ്യാമപ്രസാദ് മുഖർജി ടണൽ ഒരു 2 വേ ടണലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് സ്പീഡ് ലിമിറ്റ് 60 കിലോമീറ്ററാണ്. അവിടെയും അത് തന്നെയായിരുന്നു. പക്ഷേ ഇത് നീളം കുറവാണ്, കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതി നമ്മൾ. ഇപ്പോൾ ജമ്മുവിൽ നിന്ന് ശ്രീനഗർ വരെയുള്ള റോഡ് യാത്രയിൽ നമുക്ക് ഇതേപോലത്തെ ധാരാളം ടണലുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ BRO ഇങ്ങനത്തെ ടണലുകൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഈ റോഡ് യാത്ര കുറച്ചും കൂടി സുഗമമായി എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഏത് കാലാവസ്ഥയിലും, അതിപ്പോൾ വിൻ്റർ ആയാലും സമ്മർ ആയാലും ഒക്കെ, നമുക്ക് മഞ്ഞ് വീഴുന്ന സമയമായാലും ഒക്കെ ഇപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ആയാലും ട്രക്ക് മൂവ്മെൻറ്റ്സ് ആയാലും ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ടണലുകൾ ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആകെ ദൂരം ഈ ടണലിൻ്റെ 1 കിലോമീറ്റർ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിത് ടണലിൽ നിന്ന് വെളിയിലിറങ്ങി
റാംബൻ എന്നുള്ള ടൗണിലെത്തി. നമ്മൾ ഇത്രയും ദിവസം സഞ്ചരിച്ചുകൊണ്ടിരുന്നൊക്കെ റാംബനിലായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് സെറ്റിലാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് റാംബനിലത്തെ ഞങ്ങൾ താമസിച്ച റൂം. അപ്പോൾ ജസ്റ്റ് ഒരു നൈറ്റ് സ്റ്റേക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ റൂം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ശ്രീനഗറിലേക്ക് യാത്ര പുറപ്പെടണം. 1200 രൂപയാണ് ഇതിന് റെൻറ്റായി വന്നിട്ടുള്ളത്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ കഴിച്ച് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ശ്രീനഗറിലേക്ക് പുറപ്പെടാം. ഈ റൊട്ടിയും ചിക്കൻ കറിയും റൈസും സാലഡും ആയിരുന്നു ഞങ്ങളെ ഡിന്നർ. ഇനി നമുക്ക് ശ്രീനഗറിലേക്കുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഇനിയുള്ള വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.